ഐശ്വര്യയുടെ വീടും നാടുമൊക്കെ എവിടെയാണെന്ന് അറിയോ? അത് പിന്നെ വെറുതെ ആണോ ബ്രേക്ക്ഫാസ്റ്റ് കാണാത്തത്? അമ്മായിയും മരുമോളും കൂടെ ഇവിടെ ഐശ്വര്യപുരാണ് പറഞ്ഞോണ്ടിരിക്കല്ലേ? എന്താണെന്ന് അറിയില്ലടാ, എനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷ. നമുക്ക് ചേരുന്ന കുട്ടിയാണ് അവൾ എന്നൊരു തോന്നൽ. മനുഷ്യനിവിടെ വയറ് കത്തിക്കരിഞ്ഞ് വയ്യ, അപ്പോഴൊരു പെണ്ണാലോചന. ഇങ്ങോട്ടാ. അയ്യോ അയ്യേ, നീ ഡൈനിങ് ടേബിളിൽ പോയിരിക്കടാ, ആവുമ്പോ അങ്ങോട്ട് എടുത്തോണ്ട് വരാം. ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഒരു സുഖം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചാൽ കിട്ടുവോ? ഒന്ന് മാറിക്കേട്ടത്. എന്തോന്നാണ് ഇത്? നിനക്ക് വേണമെങ്കിൽ വേറെ എടുത്തൂടെ? ഞാൻ വഴക്കും കേട്ടൊന്ന് ഒപ്പിച്ചെടുത്തത്. ഡാടാ, നീ ആക്രാന്തം കാണിക്കാതാ. പാവുള്ളുവേ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നാണ്. അതിപ്പോ ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ബാധകമാണ്. ഏട്ടത് കുത്തി പറയുന്ന പോലൊരു തോന്നല്. അല്ല, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് നിനക്ക് എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് എന്ത് മാറ്റം ഏട്ടത്തി? ഞാനെന്നും പഴയ ഞാൻ തന്നെയാ, അതിലൊരു മാറ്റവും ഇല്ല. അല്ല നിധി, അമ്പലത്തിൽ വെച്ച് കണ്ട ആ കൊച്ചിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഐശ്വര്യ. ആ, ഐശ്വര്യ അല്ലേ? എന്താടാ ചൂട് ഒളിപ്പോയി. ഇങ്ങനെയാണെപ്പോ ഉള്ളൂ, അത് ഉറപ്പാ. അല്ല, അമ്മ എന്താ പെട്ടെന്ന് ഐശ്വര്യയുടെ കാര്യം ചോദിച്ചേ? വേറൊന്നുമല്ല, ആ കൊച്ചിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി എനിക്ക്. അല്ല നിധി, ഈ ഐശ്വര്യയുടെ കല്യാണം കഴിഞ്ഞതാണോ? വിവാഹം നടക്കാൻ വേണ്ടി വഴിപാട് നേരാൻ വേണ്ടിയിട്ടാണ് ഐശ്വര്യ വന്നതെന്ന് ഏട്ടത്തി പറഞ്ഞതല്ലേ? അത് മറന്നുപോയാ? ഏട്ടത്തി പറഞ്ഞായിരുന്നല്ലോ അല്ലേ? വലിയ ശക്തിയുള്ള അമ്പലല്ലേ അത്? അവിടെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഐശ്വര്യ വിവാഹം നടക്കും, അത് ഉറപ്പാ. നല്ല പെൺകുട്ടിയാ. ഭാഗ്യം ചെയ്ത ഏതോ ഒരു നല്ല ആൺകുട്ടിക്ക് അവളെ വിധിച്ചിട്ടുണ്ട്. ഒന്ന് മാറിയ പ്രണവേ. അമ്മേ, ദേ ഉപ്പ് ഇത് മതിയൊന്നൊന്ന് നോക്കി. ഞാൻ നോക്കിയായിരുന്നു, ഒരു പൊടിക്ക് കൂടി ചേർത്തേക്ക്. എന്തായാലും ഐശ്വര്യ കെട്ടുന്ന ചെക്കൻ ഭാഗ്യം ചെയ്തവനാ. ഞാൻ ഏതായാലും ബ്രോക്കർമാരോട് കാര്യം പറയാന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അവളോട്. നമ്മുടെ ഓഫീസിലെ ആ ഗോപാലകൃഷ്ണൻ സാറിന് ഒരു മോനുണ്ട്, മിടുക്കണ. അവന് വേണ്ടി ഐശ്വര്യ ഒന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്താലോ? എന്താ? നല്ല പയ്യനാണെങ്കിൽ ആലോചിക്കും മോനെ, നല്ല കൊച്ചല്ലേ അവള്. വേറൊന്നും പറയല്ലേ നിങ്ങൾക്ക്? മനുഷ്യരോടെ വയറ് വശന്നിരിക്കുക. ഞാനൊന്ന് ഓഫീസിലോട്ട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം. എടുത്തി കഴിക്കാൻ എടുത്തു ഓരോ സമയങ്ങളെ. ഇതെന്താടി മോളെ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? അതൊരു സൈക്കോളജിയാണമ്മേ. തന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്ന് വിചാരിക്കുന്ന ഒരാളെ വേറൊരാളെ വിവാഹം ആലോചിക്കുന്നു എന്ന് കേട്ടാ അവർക്കത് സഹിക്കില്ല. അതിനുള്ള റിയാക്ഷനാണ് ഈ പോക്ക്. അങ്ങനെയാണോ സൈക്കോളജി? ഓ, സൈക്കോളജി അങ്ങനെ തന്നെയാ. പക്ഷെ എനിക്ക് വിശക്കുന്നു. ആ സൈക്കോളജിക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നിധി, നീ വേഗം എടുത്തോണ്ട് വാ, ഞാൻ ടേബിളിൽ ഇരിക്കാം. എടി മോളെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഐശ്വര്യയുടെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേ. നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. അമ്മയൊന്ന് സമാധാനപ്പെട്. അവര് രണ്ടുപേരും ആദ്യം ഒന്ന് റോട്ടിൽ വരട്ടെ, പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാലോ. നടക്കുമല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. ഈ കല്യാണം ഞാൻ നടത്തി തന്നിരിക്കും. ഈ കല്യാണം നീ നടത്തി തന്നാ നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് സാധിച്ചു തന്നിരിക്കും, ഉറപ്പ്. പ്രസവിച്ച അമ്മയാണ് ഞാനെന്ന് അവനെ നീ അറിയിച്ചോ മോളെ? നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ എന്ത് ചോദിച്ചാലും സാധിച്ചു തരുമെന്ന് അമ്മ പറഞ്ഞില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. എങ്കില് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, അതിനമ്മ സമ്മതം മൂളാൻ തയ്യാറായിട്ട് നിന്നു? തയ്യാറാകാനൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് പോലെ ഐശ്വര്യയുടെയും പ്രണവിന്റെയും കാര്യം നടന്ന
നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും, ഉറപ്പ്. ഉം? ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോഴും അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഇഷ്ടപ്പെടാതെ? പേര് പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള കുട്ടി. പോരാത്തേനെ എന്റെ മൂത്ത മരുമോളെ പോലെ അവളൊരു ടീച്ചറല്ലേ. ആ, വേറൊന്നുമല്ല, ആ കൊച്ചിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി എനിക്ക്. അതുപോലൊരു പെങ്ങളെ കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി. പറന്നു 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 പോകാം, പറന്നു 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 പോകാം. ആ, നല്ല പെൺകുട്ടിയാ. ഭാഗ്യം ചെയ്ത ഏതോ ഒരു നല്ല ആൺകുട്ടിക്ക് അവളെ വിധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇതാണ് പ്രണയം. ആദ്യമായിട്ടാ മനസ്സിലൊരു വിങ്ങലൊക്കെ തോന്നുന്നത്. ആരോടെങ്കിലും ഇതൊന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഹൃദയം പൊട്ടിപ്പോ. ആരെ ഇപ്പൊ